Good afternoon. Good afternoon, ma'am. Good afternoon. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് അല്ലേ പറഞ്ഞത്? MCP. ഒന്ന് പറയാം. കേൾക്കാൻ പറ്റുന്നില്ലേ പറയുന്നത്? MCP എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ആണ് അല്ലെ? എന്താണ് അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്? എല്ലാ മെഡിക്കൽ ഓപ്പറേഷൻസിന്റെയും കോർഡിനേഷൻസ് ആണ് അല്ലെ? പ്രത്യേകിച്ച് ട്രയേജസ്, പിന്നെന്താണ് ഡ്രസ്സിംഗ് സ്റ്റേഷൻസ്, അങ്ങനെ ആംബുലൻസ് ഡിസ്പാച്ച് ഏരിയ, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ആണ്. അതായത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രക്രിയയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്താ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ ഇത്? ഇവിടെ ഈ ഒരു പാരഗ്രാഫ് വരെ yes. The first tank of MCP is to obtain an overview of the severity of the disaster and resources available. Okay. അപ്പോൾ MCPയുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിസാസ്റ്റർ നടന്ന ഒരു പ്രദേശം മൊത്തത്തിൽ ഒന്ന് അവലോകനം ചെയ്യുക, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ് എന്താ മെഡിക്കൽ കമാൻഡ് പോസ്റ്റിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ദുരിതത്തെ കുറിച്ചിട്ടൊരു അവലോകനം അവർ നേടിയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ചുള്ള കമാൻഡുകളും കോർഡിനേഷൻസ് ഒക്കെ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, here it is best to use a triage tag which allows for identification of the patient, listing of critical information such as patient's injuries and medications received. ഓക്കെ, നമ്മളപ്പോ അതിന്റെ ഭാഗമായിട്ട് തന്നെ എന്താണ് ട്രയേജ് ടാഗ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേഷ്യന്റിനെ നമുക്ക് ഏത് തരം അവസ്ഥയിലുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്താ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് കണ്ടീഷൻ, ക്രിട്ടിക്കൽ ആയിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ പ്രത്യേകം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ കളർ കോഡ് ചെയ്ത് ടാഗ് ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് നമ്മൾ 4 കളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. റെഡ്, പിന്നെ എന്താണ് യെല്ലോ, ഗ്രീൻ. 3 കളേഴ്സിനെ പറ്റി പറയുന്നുള്ളൂ കേട്ടോ. ബ്ലാക്ക് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? നമ്മള് ബ്ലാക്ക് കളർ ഓർമ്മയുണ്ടോ? ബ്ലാക്ക് കളർ എന്തിനായിരുന്നു? എങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ബ്ലാക്ക് ടാഗ് ഡിനോട്ട് ചെയ്യുന്നത്? എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ഡെഡ് പേഷ്യൻസ്. ഓക്കെ ഓക്കെ യെസ്. Red tag category 1 can be used for the critical patient whose survival is dependent on immediate stabilization of a life threat. For red category വരുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? എങ്ങനെയുള്ള പേഷ്യൻസ് ആണ് റെഡ് കാറ്റഗറിയില്? ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സ്റ്റെബിലൈസേഷൻ കൊടുക്കേണ്ട കേസസുകളാണ് റെഡ് ടാഗ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, യെല്ലോ ടാഗോ കാറ്റഗറി 2 വരുന്ന പേഷ്യൻസ് ആണ് അല്ലെ? യെല്ലോ ടാഗ് indicates
A seriously injured patient who requires some medical stabilization in the field of prior to transportation, but whose life is not immediately threatened. For yellow category, category 2 എന്ന് പറയുന്നത് എന്താണ്? സീരിയസ്ലി ഇഞ്ചേർഡ് ആണ്, പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ്, നമുക്ക് ജസ്റ്റ് എന്താ മതിയാകും, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ത്രെട്ടണിങ് സിറ്റുവേഷൻ ആണോ യെല്ലോ ടാഗുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത്? ഇമ്മീഡിയറ്റ് സിറ്റുവേഷൻ ആണോ? അല്ല അല്ലെ. സീരിയസ് ആണെങ്കിൽ പോയിരുന്നാലും എന്താണ്, സ്റ്റേബിൾ ആക്കാൻ പറ്റുന്ന കേസുകളാണ് കാറ്റഗറി 2 വരുന്നത്. പെട്ടെന്നൊന്നും സംഭവിക്കാത്ത തരത്തിലുള്ള കേസുകളാണ് യെല്ലോയിൽ വരുന്നത് അല്ലെ. Okay, let's see. The green tag category 3 is applied to the ambulatory or walking wounded patient who does not require any medical attention at the disaster site prior to transportation to a hospital. Okay, green tag category 3 ഉള്ള patients ആണ് അല്ലെ, ambulatory patients ആണ്, അല്ലെങ്കിൽ പരിക്കേറ്റാൽ walking wounded ആയിട്ടുള്ള patients ആണ് അല്ലെ. ഇതാർക്ക് എന്താണ്, വലിയ രീതിയിൽ അറ്റൻഷൻ ആവശ്യമാണോ അങ്ങനെയുള്ള പേഷ്യൻസിന്? ജസ്റ്റ് ഒരു ഫസ്റ്റ് ട്രീറ്റ്മെന്റ് അല്ല ഒബ്സർവേഷൻസ് ഒക്കെ മതിയാവുന്ന പേഷ്യൻസ് ആണ് ഗ്രീൻ ടാഗ് അല്ലെങ്കിൽ കാറ്റഗറി 3 വരുന്ന പേഷ്യൻസ്. ഓക്കെ, അവർക്ക് പ്രത്യേക രീതിയിലുള്ള മെഡിക്കൽ അറ്റൻഷൻസ് ആവശ്യമില്ല, സിസ്റ്ററും ചിലപ്പോൾ വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം മാത്രമായിരിക്കും ചിലപ്പോൾ മതിയാകും. പ്രൊവൈഡിംഗ് ദ മാക്സിമം കെയർ പോസിബിൾ ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. Providing the maximum care of possible for the greatest number of patients aimed at maximum survival is the essence of the system. Okay, അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്രയേജും ഈ ടാഗിങ് സംവിധാനം പ്രധാനമായിട്ട് കൊടുക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് providing the maximum care possible for the greatest number of patients അല്ലെ. അവർക്ക് മാക്സിമം കെയർ കൊടുക്കുക, അതോടൊപ്പം തന്നെ എന്താണ്, പരമാവധി ആൾക്കാരെ നമുക്ക് അതിജീവിപ്പിക്കാനും, അതോടൊപ്പം തന്നെ എന്താണ്, സാധ്യമായ രീതിയിലുള്ള എല്ലാ തരം പരിചരണം അവരെ കൊടുത്തിട്ട് നമ്മൾ അതില് അവരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നത് കൊണ്ടാണ് എന്ത് ട്രയേജ് എന്ന സംവിധാനം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടാഗിങ് സംവിധാനം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഓരോ കളർ കോഡ് കൊടുക്കുന്നതിനനുസരിച്ച് അവർക്ക് എന്താണ്, ഓരോ സെക്ഷൻ അനുസരിച്ച് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാനും പ്രയോറിറ്റി നോക്കിയിട്ട് അവർക്ക് വേണ്ട ക്വാളിറ്റിയുള്ള പല സർവീസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ മാക്സിമം രക്ഷിക്കാനായിട്ട് നമുക്ക് ഇത്തരം ട്രയൽ സംവിധാനം അല്ലെങ്കിൽ ടാഗിങ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ഓക്കെ, യഥാർത്ഥത്തിൽ മരണനിരക്ക് കുറച്ചുകൊണ്ട് പരമാവധി ആൾക്കാരെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. The priority for removing patients from the disaster site by ambulance dispatch and other transport is. എന്താണ് പറയുന്നത്? Priority for removing patients from the disaster site by ambulance dispatch and other transport. ഇനി നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ആ സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പേഷ്യൻസിനെ നമ്മൾ റിമൂവ് ചെയ്യണം അല്ലെ. റിമൂവ് ചെയ്യുന്നത് ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് നമ്മൾ പേഷ്യന്റിനെ നീക്കം ചെയ്യുന്നത്? ഇതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. ആംബുലൻസ് ഡിസ്പാച്ച് ഉപയോഗിക്കാം, മറ്റത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ദുരന്ത സ്ഥലത്ത് നിന്ന് രോഗികളെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മാത്രമല്ല ഈ പേഷ്യന്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറഞ്ഞില്ലേ പ്രയോറിറ്റി നോക്കിയില്ല, നമ്മൾ ടാഗ് ചെയ്ത് അല്ലെങ്കിൽ ട്രയേജ് ചെയ്തും ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്ന പേഷ്യൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ലേ. ക്രിട്ടിക്കൽ ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ഏതൊക്കെയാണ്, ഡിലേഡ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പേഷ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാറ്റഗറി തിരിച്ചറിയാം. അറിയുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് കൊടുക്കേണ്ടതെന്ന് പോലും നമുക്ക് ആ സിറ്റുവേഷൻസ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും അവർക്ക് ഏത് തരം ട്രാൻസ്പോർട്ടേഷൻ ആണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഓരോ സൈറ്റിൽ ഡിസാസ്റ്റർ സൈറ്റിൽ നമുക്ക് നീക്കം ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോ ഈ പ്രയോറിറ്റി അനുസരിച്ച് ഫസ്റ്റ് നമ്മൾ ആദ്യം നീക്കം ചെയ്യുന്നത് ഏത് കാറ്റഗറി പേഷ്യന്റിനെ ആയിരിക്കും? ക്രിട്ടിക്കൽ പേഷ്യൻസിനെയാണ് അല്ലെ. റെഡ് ടാഗ് ഉള്ള പേഷ്യൻസിനെയാണ് ഫസ്റ്റ് നമ്മള് സൈറ്റിൽ നിന്ന് മാറ്റുന്നത്. ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ, റെഡ് ടാഗ് ഉള്ള പേഷ്യൻസിനെയാണ് നമ്മൾ മാറ്റുന്നത്. നെക്സ്റ്റ് അടുത്തത് ആരെയാണ് നീക്കം ചെയ്യുന്നത്? അതിനനുസരിച്ചിട്ട്
അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസ്, യെല്ലോ ടാഗ് സെക്കൻഡ് അല്ലെ. രണ്ടാമത് നമ്മൾ മാറ്റുന്നത് അർജന്റ് പേഷ്യൻസിനെയാണ്, യെല്ലോ ടാഗുള്ള പേഷ്യൻസ്. മൂന്നാമത് വാക്കിംഗ് വുഡ് അല്ലെങ്കിൽ ഗ്രീൻ ടാഗുള്ള പേഷ്യൻസിനെയാണ് മൂന്നാമത് നമ്മൾ മാറ്റുന്നത് അല്ലെ. ദെൻ ലാസ്റ്റ് ആണ് എന്ത്, എനി ഡൈയിങ് പ്ലാന്റ് ടാഗ് അല്ലേ. ലാസ്റ്റ് ആണ് നമ്മള് മരിച്ച അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ലാസ്റ്റ് ആണ് നമ്മൾ സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. യൂസ് ഓൾ അവൈലബിൾ ട്രാൻസ്പോർട്ട് കീപ്പിംഗ് എമർജൻസി ആംബുലൻസ് ഫോർ ദ മോസ്റ്റ് സീരിയസ്. ഈ ഒരു സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എമർജൻസി ആംബുലൻസ്. സീരിയസ് ഏതൊക്കെ കണ്ടീഷൻ ആണ് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് എമർജൻസി ആംബുലൻസുകൾ അവിടെ ഉപയോഗിക്കും കേട്ടോ. ഓക്കെ, നോക്കാം. ഇപ്പൊ നമ്മളുടെ മെഡിക്കൽ കമാൻഡ് പോസ്റ്റിന് പ്രധാന ഡ്യൂട്ടി എന്താണ്, എല്ലാ മെഡിക്കൽ ഓപ്പറേഷൻസും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്, ഓപ്പറേഷൻസ്, എസ്റ്റാബ്ലിഷ് ട്രയേജ്, പിന്നെ എന്താണ് ലൊക്കേഷൻ ഓഫ് ഫീൽഡ് റെസിസ്റ്റൻസ് സ്റ്റേഷൻസ്, പിന്നെ ആംബുലൻസ് ഡിസ്പാച്ച് ഏരിയ, ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ആണ്. പിന്നെ എന്താ പറയുക, ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ മറ്റ് റിസോഴ്സസ് തമ്മിലുള്ള കോർഡിനേഷൻസ് എല്ലാം ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഡിസാസ്റ്റർ പ്രവർത്തനത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ വളരെ ഈസി ആയിട്ട് സുഗമമായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കമാൻഡ് പോസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇവരെന്താണ് ചെയ്യുന്നത്, ഈ മെഡിക്കൽ കമാൻഡ് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരാണ് ആ ഡിസാസ്റ്റർ സിറ്റുവേഷന്റെ സിവിയറിറ്റി ഒന്ന് ഒരു ഓവർവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ഒന്ന് അവലോകനം ചെയ്യുക, അല്ലെങ്കിൽ അവർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടുത്തെ പ്രക്രിയകൾ അവർ ആരംഭിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ട്രയേജ് എന്ന പ്രോസസ് ആണ് അല്ലെ. ട്രയേജ് പ്രോസസ്സ് തന്നെ നമുക്ക് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അതിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, അതിനെ പല രീതിയിൽ ടാഗ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ തിരിച്ചറിയുന്നത്. റെഡ് ടാഗ് വന്ന പേഷ്യൻസ് കാറ്റഗറി 1 എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്, ക്രിട്ടിക്കൽ ഇല്ലാത്തുള്ള പേഷ്യൻസ് ആയിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സ്റ്റെബിലൈസേഷൻ കൊടുക്കേണ്ട പേഷ്യൻസ് ആണ്. യെല്ലോ എന്ന് പറയുന്നത് എന്താണ്, സീരിയസ്ലി ഇൻജേർഡ് ആണെങ്കിൽ പോലും എന്താണ് നമ്മൾ ശരീരത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രെട്ടനിങ് സിറ്റുവേഷൻ അല്ല, ഡിലേഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്താലും മതിയാവുന്ന കേസസ്. ഗ്രീൻ ടാഗ് എന്ന് പറയുന്നത് ആംബുലേറ്ററി പേഷ്യൻസ് ആണ്. ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഒബ്സർവേഷൻസ്, ഫസ്റ്റ് എയ്ഡ് പോലുള്ള പ്രോസസ്സിംഗ് ട്രീറ്റ്മെന്റ്സ് മതിയാവും. ഓക്കെ, അപ്പൊ ഇത്തരം രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തതിനു ശേഷം എന്താണ്, പരമാവധി ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ അതിജീവിച്ച ആൾക്കാരുടെ എണ്ണം കൂട്ടാനാണ് ശ്രമിക്കുന്നത്. മരണസംഖ്യ കുറച്ചുകൊണ്ട് മാക്സിമം നല്ല കെയർ കൊടുത്ത് ഓരോരുത്തരും കാറ്റഗറൈസ് ചെയ്ത് രക്ഷിക്കാനാണ് അവിടെ ആ സമയത്ത് ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി ഇതനുസരിച്ച് തന്നെ എന്താണ്, ദുരന്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ആംബുലൻസോ അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്പോർട്ടേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ നീക്കം ചെയ്യും. നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ കാറ്റഗറി തന്നെ പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും മാറ്റുന്നത്. ഫസ്റ്റ് ക്രിട്ടിക്കൽ പേഷ്യന്റിന്, സെക്കൻഡ് അർജന്റ് പേഷ്യൻസിന്, തേർഡ് വാക്കിംഗ് പേഷ്യൻസിന്, ദെൻ ലാസ്റ്റ് ആണ് ഡെഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ നീക്കം ചെയ്യുന്നത് ആ സൈറ്റിൽ നിന്ന്. ഓക്കെ, ഈ ഒരു സമയത്ത് എല്ലാത്തരം എമർജൻസി ആംബുലൻസുകളും നമുക്ക് ഉപയോഗിക്കാവുന്ന, എല്ലാ കണ്ടീഷൻ അനുസരിച്ചിട്ട് എമർജൻസി ആംബുലൻസുകൾ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, നമ്മൾ നോക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഓർഗനൈസേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ലോജിസ്റ്റിക് പ്ലാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് മാനേജ് ചെയ്യുന്നതിന് നമുക്കൊരു ഓർഗനൈസേഷൻ ആവശ്യമാണ് അല്ലെ. ദുരന്ത പ്രക്രിയ നടന്നതിന് ശേഷം അതിന് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും കൈകാര്യം ചെയ്യുന്നതിന് നമുക്കൊരു ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ ആവശ്യമാണ്. ഓക്കെ, യെസ്, നമുക്കറിയാം അടിയന്തരാവസ്ഥ സിറ്റുവേഷൻസിൽ, പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷൻസിൽ ഒരു ഓർഗനൈസേഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെന്ന് നോക്കാം. Mobilization of the hospital service for a mass emergency is only a quantitative extension of normal hospital operations and emergencies. Okay, നമുക്ക് ഈ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ്, നോർമൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സിറ്റുവേഷൻ അല്ല അല്ലെ. അതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലേ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ സാധാരണ ദിവസം നടക്കുന്ന അതേ മെഷർ ആക്ടിവിറ്റീസ് ആണോ അവിടെ നടക്കുന്നത് ഡിസാസ്റ്ററില്? അല്ല, നേരെ വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ ഒരു സമയത്ത് ഉണ്ടാക്കുന്നത്.
നമുക്കറിയാം പല രീതിയിലുള്ള അത്യാഹിതങ്ങൾ ലൈക്ക് എമർജൻസീസ് തന്നെ അതിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട് അല്ലെ, പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ് ആ ഒരു സമയത്ത്. വെരി ഗുഡ്. മാസ് കാഷ്വാലിറ്റീസ് ആണ് ആ സമയത്ത് ഉണ്ടാവും. ഓക്കെ. Therefore, every hospital must be prepared to give emergency care to mass casualties and have a disaster plan. അപ്പൊ നമ്മൾ ഇത്തരം സിറ്റുവേഷൻ നേരത്തെ മുൻകൂട്ടി കൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റൽസിനും നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം, ഇത്തരം ഒരു മാസ് കാഷ്വാലിറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നേരിടാനുള്ള ഒരു ഡിസാസ്റ്റർ പ്ലാൻ അല്ലെ, ഒരു ഡിസാസ്റ്റർ പ്ലാൻ, വ്യക്തമായ രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതുണ്ട്. ഓക്കെ. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തരമായിട്ട് നമുക്ക് പരിചരണം നൽകണമെങ്കിൽ എന്ത് വേണം നമ്മുടെ കയ്യില്, കൃത്യമായ ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കണം. അപ്പൊ അതിൽ നോക്കി ആ മാനുവൽസ് നോക്കി നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ സർവീസുകൾ കൊടുക്കണമെന്ന് നമുക്ക് അൺപ്ലാൻഡ് അല്ല, പ്ലാൻ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി അത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ജീവൻ നമുക്ക് ആ ഒരു സമയത്ത് രക്ഷിക്കാനും പല ചികിത്സകൾ കൊടുക്കാനും സാധിക്കും. ഓക്കെ. Hospital have to be prepared for 3 kind of disaster. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിൽ ഒരു 3 ഡിസാസ്റ്ററിന് പ്രിപ്പയർഡ് ആയിരിക്കും. 3 ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. ഏതൊക്കെയാണ് അത് 3 ടൈംസ്, 3 തരങ്ങൾ ഏതൊക്കെയായിരിക്കാം? ഫസ്റ്റ് ഈസ് ഇന്റേണൽ, സെക്കൻഡ് എന്താണ് എക്സ്റ്റേണൽ, ദെൻ തേർഡ് ഫോർവാർഡഡ് ഡിസാസ്റ്റർ. അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള ഡിസാസ്റ്ററുകൾ ഉണ്ട്. അത് 3 കൈൻഡിനും ഓരോ ഹോസ്പിറ്റലും പ്രിപ്പയർഡ് ആയിരിക്കണം. ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് തരം ഇന്റേണൽ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ. ഇന്റേണൽ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാറ്റഗറീസ് അതിൽ വരുന്നുണ്ട്? എക്സ്പ്ലോഷൻ, എക്സ്പ്ലോഷൻ, മേജർ ഫയർ അല്ലെ. അത്തരം രീതിയിലുള്ള ഇന്റേണൽ ഡിസാസ്റ്റേഴ്സും എക്സ്റ്റേണലും ഒക്കെ നമുക്ക് പഠിച്ചല്ലേ, ഓർമ്മയില്ലേ? ഓക്കെ. അപ്പൊ ആദ്യം നേരിടേണ്ട ഫസ്റ്റ് കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ ആണ് എന്താ? ഇന്റേണൽ ഡിസാസ്റ്റർ. അതിലെ മെയിൻ ആയിട്ട് എക്സ്പ്ലോഷൻസും മേജർ ആയിട്ടുള്ള ഫയർ ഒക്കെയാണ് വരുന്നത്. ഓക്കെ. ഇനി സെക്കൻഡ് ആയിട്ടുള്ളത് എന്താണ്? സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട് എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ? സച്ച് ഹുറിക്കെയിൻ, അതായത് ചുഴലിക്കാറ്റുകള്, ഫ്ലഡ്, എർത്ത് ഓർ ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡന്റ്സ്. സെക്കൻഡ് മേജർ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചുഴലിക്കാറ്റ്, മറ്റ് ഫ്ലഡ്, എർത്ത് ഗെയിംസ്, ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡന്റ്സ്, റോഡ് ആക്സിഡന്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നത്. ഇനി തേർഡ് കൈൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫോർവാർഡഡ് ഡിസാസ്റ്റർ. ഫോർവാർഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർവാർഡഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ദുരന്തങ്ങളില്ലേ, നമുക്ക് മുന്നറിയിപ്പ് നൽകും. മുന്നറിയിപ്പ് നൽകിയ ദുരന്തങ്ങളുടെ കാറ്റഗറി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? എന്താണ് നമുക്ക് മുന്നറിയിപ്പ് തരാൻ പറ്റുന്ന ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? നേരത്തെ ഇൻഫർമേഷൻസ് തരാൻ പറ്റുന്ന ദുരന്തങ്ങളുടെ കാറ്റഗറി ഏതായിരിക്കും? കൊടുത്തിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് എന്താണ്? such as the receipt of a large number of patients from some other hospitals. ഇവിടെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നും ചിലപ്പോ പേഷ്യൻസ് ചിലപ്പോ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഏത് തരം കാറ്റഗറിയിൽ പറയാൻ പറ്റും നമുക്ക്? മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഡിസാസ്റ്ററുകളുടെ പേരുകള് മുൻകൂട്ടി പ്രവചിക്കൂല ചില സംഭവങ്ങൾ ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ഇത്രത്തോളം പേഷ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന്, ഇത്രത്തോളം ആൾക്കാർക്ക് അപായപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അത് ഏത് തരം ദുരന്തങ്ങളാണ്? ഏത് തരം ദുരന്തങ്ങളാണ്? തന്നെ കിടപ്പുണ്ടാകും, ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഏതൊരു ക്ലാസ്സിൽ ചോദിച്ചപ്പോ പ്രവചിക്കാൻ പറ്റുന്ന ദുരന്തങ്ങൾ ഏതാണെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞാൽ. ഉരുൾപൊട്ടല്, ലാൻഡ് സ്ലൈഡ് പ്രവചിക്കാൻ പറ്റില്ലേ? പ്രത്യേകിച്ച് ഒരു മഴയുള്ള സീസൺ ഒക്കെ ആണെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ നമ്മൾ ആൾക്കാർ ഒഴിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഒഴിപ്പിക്കുന്നത്? ഒരു ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള പ്രവചനം ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ എന്താണ് റെയിൻ അല്ലെ, അതിഗുരുതരമായിട്ടുള്ള മഴ കൂടുന്ന സമയത്ത് എന്തുണ്ടാവാറുണ്ട്? വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അതിന്റെ ആൻസേഴ്സും.
ചില ദുരന്തങ്ങൾ നമ്മൾ പ്രവചിക്കാറുണ്ട്, അത് അതേപോലെ തന്നെ സംഭവിക്കാറുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ചത്, അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ബിൽഡിങ്സുകൾ തകരാറിലായി നിൽക്കുന്നതുണ്ടാവാം. ആ ബിൽഡിങ്സ് തകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് ചുറ്റുവട്ടുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കാം? അപകടങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ നമ്പർ ഓഫ് പീപ്പിൾസ് ഇത്തരം ആൾക്കാർക്ക് അപകടം സംഭവിക്കാം എന്ന് നമ്മൾ പ്രവചിച്ചു കേട്ടിട്ടുണ്ട്. ഓക്കെ, അതൊക്കെയാണ് എന്തിൽ പറയുന്നത്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മൂന്ന് തരം ദുരന്തങ്ങൾക്കാണ് അവർ പ്രിപ്പയർഡ് ആവേണ്ടത്. ഒന്ന് എന്താണ്, ഇന്റേണൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ, രണ്ട് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, മൂന്നാമത് എന്താണ്, ഫോർവാണ്ടഡ് ഡിസാസ്റ്റർ, അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ദുരന്തങ്ങൾ. ഈ മൂന്ന് സിറ്റുവേഷൻസിലും ഹോസ്പിറ്റലില് ഒരു നല്ല രീതിയിലുള്ള ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, മനസ്സിലായോ? 3 കൈൻഡ്സ് പഠിക്കണം കേട്ടോ. ഏത് കൈൻഡ് ആണെന്ന് ചോദിക്കാറുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. ഹോസ്പിറ്റൽ ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ 3 കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ എന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇന്റേണൽ, എക്സ്റ്റേണൽ ആൻഡ് ഫോർവാണ്ടഡ് ഡിസാസ്റ്റർ. മനസ്സിലായോ വളരെ? Planning should include as much as possible consultation and liaison with the local civil authorities such as the fire brigade, police, civil defense warden, and similar agencies such as planning should result in a disaster site triage and distribution of patients that ensure effective coordination and the most effective use of available facilities and resources. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് വായിച്ചു കേട്ടോ. പറയുന്നത് എന്താണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, possible consultation and liaison with local civil authorities. അതായത് ലോക്കൽ സിവിൽ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അഗ്നിശമന സേനകള്, പോലീസ്, സിവിൽ ഡിഫൻസ് വാർഡൻ തുടങ്ങിയ ആ പ്രാദേശികമായിട്ടുള്ള സിവിൽ അധികാരികളുമായിട്ട് നമ്മളൊന്ന് കൂടി ആലോചിച്ചിട്ട് ശേഷം മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ആ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള ഡിഫൻസുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സിവിൽ അധികാരികളാണ് ആരൊക്കെയാണ്? പോലീസ്, ഫയർ ആൻഡ് സിവിൽ ഡിഫൻസ് വാർഡൻ എന്ന് പറയുന്നത്. ഇവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ ആ ഡിസാസ്റ്റർ സൈറ്റിന്റെ ഓൾറെഡി ആ സൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? Such planning should result in disaster site triage and distribution of patients and assures effective coordination and the most efficient use of available facilities and resources. ഇവിടെ എന്താ പറയുന്നത്? നമ്മള് ഇവരുമായി കൂടി ആലോചിച്ചതിന് ശേഷം എന്ത് ചെയ്തിരിക്കണം? ആ സമയത്തുള്ള സൈറ്റിലുള്ള രോഗികളുടെ ട്രൈജൽ, അവരെ നമ്മൾ എന്ത് ചെയ്യണം? രോഗികളെ നമ്മൾ തരപ്പെടുത്തണം, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ട്രൈ ചെയ്ത്, അല്ലെങ്കിൽ അവരെ നമ്മൾ വർഗീകരിക്കുക. വർഗീകരിച്ചതിന് ശേഷം എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു ട്രൈജ് ചെയ്യേണ്ടത്? എഫക്റ്റീവ് ആയിട്ട് വേണം കോർഡിനേറ്റ് ചെയ്യാനുള്ളത്. മാക്സിമം എല്ലാത്തരം ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു സൈറ്റ്, ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് പേഷ്യന്റിനെ നമ്മൾ അല്ലെങ്കിൽ അവിടെ വിതരണം ചെയ്ത് അല്ലെങ്കിൽ അവരെ വർഗീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് മാത്രമായിരിക്കണം അത്തരത്തിലുള്ള പ്രോഗ്രാംസ്, പ്രത്യേകിച്ച് ഡിസാസ്റ്റർ സൈറ്റിലെ ട്രയലേജ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, മാത്രമല്ല എല്ലാത്തരം അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്.
ഓക്കെ, യെസ്, മനസ്സിലായോ അത് പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നത് ഫോമിംഗ് എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. നമ്മള് ഡിപ്ലോമയിൽ 14 മെമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ ഏകദേശം അതിലൊരു 14 മെമ്പേഴ്സോളം ഉണ്ടായിട്ടുണ്ട് അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും. നോക്കുന്നുണ്ടോ? ഒരു ഡിസാസ്റ്റർ കമ്മിറ്റി നമ്മള് പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് രൂപീകരിച്ചത്. അതിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 14ഓളം. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതില് ഫസ്റ്റ് വരുന്ന ആരാണ്? To execute the disaster plan, the hospital should have a disaster committee consisting of key functionaries of the hospital. The director or medical superintendent, administrative officer, heads of clinical units including operation theatres and casualty, matron, and officers in charge of transport, supply, security and communications. നമ്മൾ അവിടെ പഠിച്ചത് കുറച്ചും കൂടി വേറെ ഡിപ്പാർട്ട്മെന്റ്സുകളാണ് അല്ലെ. എല്ലാത്തരം ഡിപ്പാർട്ട്മെന്റ്സ് 14 ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓർക്കുന്നുണ്ടോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിക്കുന്നത്? ആ ഒരു സമയത്ത് ഡിസാസ്റ്റർ ഫങ്ഷൻസ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതിൽ നിന്ന് നിരവധി സ്റ്റാഫുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. പ്രധാനമായിട്ടും ആരൊക്കെയാണുള്ളത്? ഡയറക്ടർ മുതൽ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടാവും, ഹെഡ്സ് ഓഫ് ക്ലിനിക്കൽ യൂണിറ്റ്സ്. ഓരോ ക്ലിനിക്കൽ യൂണിറ്റ്സിലെ ഹെഡ്സുകൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ആരൊക്കെയാണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, കാഷ്വാലിറ്റിയിലൊക്കെ ഹെഡ്സ് ഉണ്ടായിരിക്കും. മാട്രൺ ഉണ്ടാവും. പിന്നെ ഓരോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസേഴ്സ്, സപ്ലൈസ് ഓഫീസർ, സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസേഴ്സ്. ഇതിലെല്ലാം മെമ്പേഴ്സ് ആയിരിക്കും എന്തിനുണ്ടായിരിക്കുക? ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഒന്ന് ടിക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ, അതിൽ ആരൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രിപ്പയറിംഗ് എ ഡിസാസ്റ്റർ പ്ലാൻ. പ്രിപ്പയറിംഗ് എ ഡിസാസ്റ്റർ പ്ലാൻ. The primary task of the disaster committee is to assess the situation of the hospital, its capabilities, strength and weakness, available resources, and prepare a disaster plan for managing sudden influx of casualties on a mass scale. ഇനി നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം പറയുന്നത് എന്താണ്? ഒരു ഡിസാസ്റ്റർ പ്ലാൻ എങ്ങനെയായിരിക്കണം തയ്യാറാക്കേണ്ടത്. ഓക്കെ, ആ പ്ലാൻ ശരിക്കും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇരിക്കുന്നത്? ആ സിറ്റുവേഷൻ അസസ് ചെയ്തിട്ടായിരിക്കുള്ളൂ നമ്മളത് തയ്യാറാക്കപ്പെടുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന്റെ കാപ്പബിലിറ്റീസ് എത്രത്തോളം ഉണ്ട്, എന്തൊക്കെയാണ് അതിന്റെ സ്ട്രെങ്ത്, എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും എന്ത് തയ്യാറാക്കുന്നത്? ഒരു ഡിസാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, കമ്മിറ്റി പ്രധാനമായിട്ടും അസസ് ചെയ്യുന്ന എന്താണ്? ഡിസാസ്റ്റർ കമ്മിറ്റി സിറ്റുവേഷൻ അസസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ അതിന്റെ കാപ്പബിലിറ്റീസ് എത്രത്തോളം ഉണ്ട്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എങ്ങനെയാണ്, എന്തൊക്കെ അവൈലബിൾ റിസോഴ്സസ് അവിടെ ഉണ്ടായിരിക്കും, ഇത്തരം കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കുള്ളൂ നമ്മള് പ്രത്യേകിച്ച് അത്ര മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് എടുക്കുന്ന സമയത്ത് ഇത് പ്ലാൻ ചെയ്യും കേട്ടോ. ഓക്കെ, ആ പ്ലാനില് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, the essentials of a disaster plan. നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിറ്റുവേഷൻ വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ആ ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി സോഴ്സസ് ആൻഡ് മെത്തേഡ് ഓഫ് സപ്ലൈസ് ഓഫ് ഡ്രഗ്സ്, ഡ്രസ്സിംഗ് ആൻഡ് അതർ സ്റ്റോർസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഫസ്റ്റ് നമ്മുടെ പ്ലാനിൽ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം എന്താണ്? establishment of source and methods of supply of drugs, dressing and other stores and consumables. ഡ്രഗ്സിന്റെ സപ്ലൈസ് എവിടെയാണ്? ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, മറ്റ് സ്റ്റോഴ്സുകൾ, കൺസ്യൂമബിൾസ്, ഇവരുടെയൊക്കെ വിതരണവും
വിതരണവും അതേപോലെ തന്നെ ഉറവിടവും എവിടെയാണെന്ന് കൃത്യമായിട്ട് സ്ഥാപിക്കാം. ഓക്കെ, ഡ്രഗ്സ് എവിടെ നിന്നാണ്, മെഡിസിൻസ് എവിടെ നിന്നാണ്, മറ്റ് സാധനങ്ങളെല്ലാം സപ്ലൈസസും എവിടെ നിന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ്, ഏത് മെത്തേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് എവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്, അതിന്റെ മെത്തേഡ്സ് എന്താണ്, ഏതുതരം ഡ്രഗ്സ് ടൈപ്സ് ആണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിന്റെ സോഴ്സും മെത്തേഡ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായ ഫസ്റ്റ് പോയിന്റ്? ഇത് ടിക്ക് ചെയ്യണം കേട്ടോ, ഇത് ടിക്ക് ചെയ്യണേ. അടുത്തത് method of identifying patients who are immediately dischargeable. Method of identifying patients who are immediately dischargeable. എന്താണ് നമ്മൾ പറയുന്നത്? Method of identify patient who are immediately dischargeable എന്ന് പറയുമ്പോൾ എന്താ? ഉടനടി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡിസ്ചാർജ് ആവുന്ന പേഷ്യൻസ് ആരൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. ഓക്കെ, അങ്ങനെ തിരിച്ചറിയുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഏതൊക്കെ പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താ? എന്തായിരിക്കും? നമ്മുടെ ഈ ഒരു സമയത്ത് ഒന്നോ പേഷ്യൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്? അല്ല, അല്ലെ? യെസ്, ബെഡ് അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്, ഓരോ പേഷ്യൻസിനെ നമ്മള് ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ബെഡ് അവൈലബിലിറ്റി മാത്രമല്ല, ബെഡ് അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ശരിയാണ് അല്ലെ. എന്നിരുന്നാൽ പോലും എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് എത്രയും പെട്ടെന്ന് അത്രയും ആൾക്കാരെ നമ്മൾ അവിടെ കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യേണ്ടവരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ പ്രോസസ്സുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവർ റിക്കവർ ചെയ്തിട്ട് ആ ട്രീറ്റ്മെന്റ്സ് കംപ്ലീറ്റഡ് ആക്കിയിട്ട് അവരിൽ നിന്ന് മാറ്റാനുള്ള പ്ലാൻസ് അവിടെ ആരംഭിക്കും. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാൻസുകൾ അറേഞ്ച് ചെയ്യുക. കൺവേർഷൻ ഓഫ് ഓൾ യൂസബിൾ സ്പേസ് ടു പ്രൊവൈഡ് triage, observation and treatment areas. Conversion is converting the conversion of all usable spaces to provide triage, observation and treatment areas. എന്താക്കി മാറ്റാനാണ് പറയുന്നത്? എന്ത് കൺവേർഷൻ ആണ് ഇവിടെ പറയുന്നത്? പറഞ്ഞേ. നമ്മളെ എക്സ്ട്രാ സ്പേസസുകൾ അല്ലെ, പ്രത്യേകമായിട്ട് ഈ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ ട്രയേജിന് വേണ്ടി, ഒബ്സർവേഷന് വേണ്ടി, ട്രീറ്റ്മെന്റ് ഏരിയാസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം നമ്മള്? ഈ ഒരു ഡിസാസ്റ്റർ ഉള്ള സിറ്റുവേഷൻസിന് എക്സ്ട്രാ സ്പേസസിലേക്ക് പേഷ്യന്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റണം. മനസ്സിലായോ? അതായത് ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് നമ്മൾ സോർട്ട് ചെയ്യണം. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമുള്ള മോണിറ്ററിംഗ് ആണ് കൊടുക്കുന്നത് അല്ലെ. ഒബ്സർവേഷൻ എന്താണ്? ആവശ്യത്തിലുള്ള മോണിറ്ററിംഗ് കൊടുക്കുന്നു. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് കെയർ അല്ലെ. അത് മൂന്നും ചെയ്യുന്നതിനായിട്ട്, ഇത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എക്സ്ട്രാസ് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ എന്താ പറയാ, പേഷ്യന്റ് കെയർ യൂണിറ്റ്സുകളൊക്കെ നമ്മൾ എന്താക്കി മാറ്റണം? വാർഡുകളാക്കി മാറ്റണം എന്ന് പഠിച്ചിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? ബെഡ് അവൈലബിലിറ്റീസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. യെസ്, അതേപോലെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? പ്രത്യേകിച്ച് ട്രയേജിനും ഒബ്സർവേഷൻ ട്രീറ്റ്മെന്റും കൊടുക്കാനുള്ള ഏരിയാസിന് നമ്മൾ എന്താണ് കുറച്ചും കൂടി എക്സ്ട്രാ സ്പേസസ് പ്ലാൻ ചെയ്യണം അല്ലെ. അതായത് അതിൽ കൂടുതൽ പേഷ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് കൂടി നമ്മൾ എന്താണ് അതിന്റെ എക്സ്ട്രാ സ്പേസസ് കൂടി പ്ലാൻ ചെയ്തിട്ട് വേണം. പ്രത്യേകിച്ച് ഇതിനൊക്കെ വേണ്ടിയിട്ട് ട്രയേജിനും ഒബ്സർവേഷനും ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ സ്പേസസ് കൂടി നമ്മൾ പ്ലാൻ ചെയ്ത് മാറ്റും. ഓക്കെ, മനസ്സിലായത്? Utilizing extra space to manage patient during a disaster. ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ഇതെല്ലാം ആവശ്യമാണ് അല്ലെ. ഒരു ട്രയേജ് സ്പേസ് മാത്രമല്ല ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് ഹോസ്പിറ്റൽ ഉണ്ടാവുക. അനദർ സ്പേസ്, അനദർ ഏരിയാസിലൊക്കെ എന്താണ് ട്രയേജസ് നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. കാരണം ഒരുപാട് പേഷ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ പല ട്രയേജ് സെക്ഷൻസ് തന്നെ ചിലപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ടുള്ള എന്ത് വേണം? സ്പേസസ് ആവശ്യമാണ് അല്ലെ. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് അതിന്റെ എക്സ്ട്രാ സ്പേസസ് നമ്മൾ ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ അറേഞ്ച് ചെയ്യും.
മനസ്സിലായോ അത്? Okay. Next, introduction or use a special disaster medical record or medical tag that accompanies the patient at all times. Introduction or use of a special disaster medical record. ഈ ഒരു സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഈ മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണക്കുകൾ പ്രകാരമാണ് നമ്മുടെ ന്യൂസിലൊക്കെ കാണുന്ന റിപ്പോർട്ട്സുകൾ അറിയുന്നത്. ഇത്ര പേർക്ക് പരിക്കേറ്റു, ഇത്ര പേര് മരണപ്പെട്ടു എന്നൊക്കെ കേൾക്കാറില്ല നമ്മള്. അത് പ്രധാനമായിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഈ ഡിസാസ്റ്റർ മെഡിക്കൽ റെക്കോർഡാണ്. പ്രത്യേകമായിട്ട് ആ ഒരു സമയത്ത് മാത്രമാണ് അത് ആ റെക്കോർഡ്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സില് introduction use of special disaster medical record or medical tag. Medical record അല്ലെങ്കിൽ medical tag that accompanies the patients at all times. ഇതെന്താ സൂചിപ്പിക്കുന്നത്? എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? ഡിസാസ്റ്റർ മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടാഗ് ആരുടെ കൂടെ ഉണ്ടായിരിക്കണം? ഓൾ ദ ടൈമില് പേഷ്യൻസിന് അല്ലെ? പേഷ്യൻസിന് കംപ്ലീറ്റ് ആയിട്ട്, കാരണം അവർ ഓൾറെഡി ആ ഡിസാസ്റ്ററുള്ള പേഷ്യൻസ് ആണെന്നുള്ള തെളിവ് തന്നെയാണ് എന്ത് നിങ്ങൾ മെഡിക്കൽ റെക്കോർഡിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മെഡിക്കൽ ടാഗിൽ അല്ലെ ഏത് തരം കളർ ടാഗ് ആണ് അവർ ധരിച്ചിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് അവരുടെ കണ്ടീഷൻ എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കൂടിയാണ് ഡിസാസ്റ്റേഴ്സ് തീരുന്നത് വരെ നമ്മൾ അവരെ ആ ടാഗില് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. യെസ്, എല്ലാ പേഷ്യൻസിന്റെ കൂടെ എന്താണ് അല്ലെങ്കിൽ ടാഗോ മെഡിക്കൽ റെക്കോർഡ്സോ ഉണ്ടായിരിക്കും. ഓക്കെ, പൂർണ്ണമായിട്ടും ടാഗ് തന്നെ ആയിരിക്കും അല്ലെ? നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് മെഡിക്കൽ ടാഗുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. Then an efficient system of notifying and assigning personnel to specific task. An efficient system of notifying any assigning personnel to specified task. Assigning personnel എന്ന് പറയുന്നത് ആരെയാണ്? assigning personnel അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥരും അല്ലെ, അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി അവർക്ക് തിരിച്ചറിയാനായിട്ട് എന്താണ് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റം സ്ഥാപിക്കുക, അല്ലെങ്കിൽ സിസ്റ്റം പ്ലാൻ ചെയ്യുക. അസൈൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, ഡിസാസ്റ്ററിലേക്ക് നമ്മൾ അലോട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ചില സമയത്ത് എന്താണ് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ എന്താണ് അവരെ ഒന്ന് നോട്ടിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലേർട്ടേഷൻ അല്ലെങ്കിൽ എന്റെ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ടേഷൻ, അങ്ങനെ എന്തെങ്കിലും അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് നിന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതിയിലുള്ള എന്താണ് അത്തരം എന്തെങ്കിലും സംവിധാനങ്ങൾ കൂടി നമ്മൾ ഈ ഡിസാസ്റ്റർ പ്ലാനിന്റെ കൂട്ടത്തിൽ അറേഞ്ച് ചെയ്യേണ്ടത്. അത് പ്ലാൻ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടി ഇതായിരിക്കും കാര്യങ്ങൾ അവർക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ സ്റ്റാഫുകൾക്കും ഈസി ആയിട്ട് അവർക്ക് സ്പെസിഫിക് ആയിട്ട് ടാസ്ക് എന്താണെന്നുള്ളതിന്റെ കൃത്യ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? Then a unified medical command. ഡിസാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ തയ്യാറാക്കേണ്ട മറ്റൊന്നാണ് എന്ത്? ഒരു ഏകീകൃത മെഡിക്കൽ കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകീകൃത കമാൻഡ്. അതായത് ഇതിനു വേണ്ടിയിട്ടാണ് ഒരു യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു കമാൻഡിൽ ഉൾപ്പെടുന്നത്? യെസ്, വെരി ഗുഡ്. ടു പാസ് ഇൻഫോർമേഷൻ, പിന്നെ ഇൻഫർമേഷൻസ് മാത്രമാണോ? ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവോ? റൂൾസ് ഉണ്ടാവോ? റെഗുലേഷൻസ് ഉണ്ടാവോ? ഉണ്ടാകില്ലേ? യെസ്. ഓക്കെ, അത് ഡിസാസ്റ്റർ പ്ലാനുമായി ഡിസാസ്റ്റർ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടതിനാൽ തന്നെ എന്താണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് അതിൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അല്ലെ. വ്യക്തമായിട്ടും പ്രോട്ടോകോൾസ് തന്നെ ആയിരിക്കും എന്തിലുണ്ടായിരിക്കുക യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ്സ്. ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
റൂൾസും പ്രോട്ടോകോൾസും പ്രൊസീജിയേഴ്സും ആയിരിക്കും യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു വ്യക്തമായ ഒരു യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് ഡിസാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കണം. ഓക്കെ, അത് ചെയ്യുന്നത് ആരായിരിക്കുള്ളൂ? മെഡിക്കൽ കമാൻഡ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസാസ്റ്ററിനെ കംപ്ലീറ്റ് ഓൾ ആസ്പെക്ട്സിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ഓപ്പറേഷൻസും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണത്? ICS പഠിച്ചിട്ടുണ്ടോ? ICS ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഇൻസിഡന്റ് കമാൻഡർ പഠിച്ചിട്ടുണ്ടോ? ഇൻസിഡന്റ് കമാൻഡർ. ഓക്കെ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രധാന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ പ്രോബബിൾ സെൽഫ് സസ്റ്റൈനിങ് അബിലിറ്റി ഇൻ ദ ഏരിയ ഓഫ് ഇൻസിഡന്റ് കമാൻഡർ സിസ്റ്റം ആണ് ICS. ഇൻസിഡന്റ് കമാൻഡർ ആണ് ഡിസാസ്റ്ററിന്റെ ഓൾ ആസ്പെക്ട്സുകൾ ഓപ്പറേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. Probable self-sustaining ability in the area of basic utilities and supplies for a minimum of 1 week. ഇവിടെ എന്താ പറയുന്നത്? എന്തിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ് പറയുന്നത്? A probable self-sustaining ability in the area of basic utilities and supplies for a minimum of 1 week. ഒരാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കാനുള്ള, ഒരാഴ്ചയെങ്കിലും നമുക്ക് കുറഞ്ഞ ഒരു 1 week നീണ്ടു നിൽക്കാനുള്ള എന്തൊക്കെ ആവശ്യമാണ് നമുക്ക്? ബേസിക് യൂട്ടിലിറ്റീസ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ്? വാട്ടർ, അല്ലെ? വാട്ടർ മാത്രമാണോ? ലൈക്ക് വാട്ടർ, ഇലക്ട്രിസിറ്റി ആവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്, മറ്റ് സാനിറ്ററി മെറ്റീരിയൽസ് ആവശ്യമാണ്, അല്ലെ? ഓക്കെ, അപ്പൊ ഒരാഴ്ചത്തോളം എന്താണ് ആ ഡിസാസ്റ്റർ സിറ്റുവേഷൻ നമുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം സപ്ലൈസിന്റെ അവൈലബിലിറ്റിയിൽ ഒരാഴ്ചയെങ്കിലും നമുക്ക് എന്താണ് അതിനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ആ രീതിയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഇത്രയും മെറ്റീരിയൽസ്, ഇത്രയും സപ്ലൈസസ് കൂടി, ഒരാഴ്ചക്കുള്ള സപ്ലൈസസ് കൂടി നമുക്ക് അതിന്റെ അകത്ത് പ്ലാൻ ചെയ്ത് നിർത്താൻ സാധിക്കും. ഓക്കെ, എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് കടയിലോ അല്ലെങ്കിൽ മറ്റ് പർച്ചേസിംഗ് ഒക്കെ ഒന്നും പോയി ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഇത്, അല്ലെ? ഒരാഴ്ചയെങ്കിലും എന്താണ് മിനിമം ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട നമ്മുടെ സപ്ലൈസസ് ആവശ്യം, അതായത് പ്രത്യേകിച്ച് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഫുഡ്, മറ്റ് സാനിറ്ററി മെറ്റീരിയൽസ് എല്ലാം തന്നെ എന്താണ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കൂടി നമ്മൾ എന്താണ് ഈ ഡിസാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ് എന്ത്? ഈ ബേസിക് യൂട്ടിലിറ്റീസ് ആൻഡ് സപ്ലൈസിന്റെ ഒക്കെ ആ ഒരു പ്ലാനിങ്. ഓക്കെ, മനസ്സിലായോ? Okay. Next one, establishment of centralized public information center with a designated spokesman. Establishment of a centralized public information center with a designated spokesman. എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് പറയുന്നത്? സെൻട്രലൈസ്ഡ് പബ്ലിക് ഇൻഫോർമേഷൻ സെന്റർ. എന്തിനു വേണ്ടിയിട്ടാണ് സെൻട്രലൈസ്ഡ് പബ്ലിക് ഇൻഫോർമേഷൻ സെന്റർ? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് സെൻട്രലൈസ്ഡ് പബ്ലിക് ഇൻഫോർമേഷൻ? എന്തിനു വേണ്ടിയിട്ടാണുള്ളത്? ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട്, അല്ലെ? ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് പബ്ലിക് ഇൻഫോർമേഷൻ സിസ്റ്റം, ഇൻഫോർമേഷൻ സെന്റർ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ. ഓക്കെ, മാത്രമല്ല എന്താണ് കമ്മ്യൂണിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ, പബ്ലിക്കുമായിട്ട് ഒരു ലിങ്ക് എന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പബ്ലിക് ഇൻഫോർമേഷൻ സെന്റേഴ്സ് ഈ ഒരു സമയത്തോടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആരൊക്കെയായിരുന്നു മെമ്പേഴ്സ് വരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ ഡിസാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൽ പ്ലാൻ ചെയ്യുന്നത്, കേട്ടോ. ഓക്കെ, clear? Yes. The last one, security system to minimize the presence of
unauthorized individuals and vehicles in or near the reception, triage, observation, and immediate care areas. Security system ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ സെക്യൂരിറ്റി ഡിസാസ്റ്റർ സമയത്ത് സെക്യൂരിറ്റി ഇൻവോൾവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ടു മിനിമൈസ് ദ പ്രസൻസ് ഓഫ് അൺഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ്, vehicles in or near the reception, triage, observation, and immediate care areas. എന്താ പറയുന്നത്? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ അല്ലെ, മറ്റു വ്യക്തികള് മറ്റു വാഹനങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും എവിടെ സൂക്ഷിക്കാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ എവിടെയാണ് എവിടെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്? പ്രത്യേകിച്ച് റിസപ്ഷന്റെ അടുത്തോ ട്രയേജിന്റെ അടുത്തോ പേഷ്യൻസ് ഒബ്സർവേഷനോ ഇമ്മീഡിയറ്റ് കെയർ ഏരിയാസിലൊക്കെ ഒന്നും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ പ്രസൻസോ മറ്റു വെഹിക്കിളോ ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്? സെക്യൂരിറ്റി സിസ്റ്റം ആണ് അത് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, മനസ്സിലായ? സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ പ്രധാന നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? നമ്മള് അതിലും പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുന്നത്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗത്ത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? ആൻഡ് ഓരോന്നിനും അകത്തേക്ക് പ്രവേശിക്കാനും പേഷ്യൻസിന് തടസ്സങ്ങളില്ലാതെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ സെക്യൂരിറ്റിയാണ് അനലൈസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, എല്ലാ ഇൻസ്റ്റാളേഷൻസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം. പിന്നെ എന്താണ്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം അവർക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം നമ്മൾ കയറ്റി വിടുന്നു. ആംബുലൻസിന് ക്യാഷ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാഫുകൾ അവരുടെ അതേ പൊസിഷൻസിലേക്ക്, പേഷ്യൻസിന് അതേ പൊസിഷൻസിലേക്ക്, അങ്ങനെ അങ്ങനെയാണ് നമ്മൾ സെക്യൂരിറ്റി സിസ്റ്റം കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസുകളോ മറ്റു വാഹനങ്ങളോ തന്നെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് റിസപ്ഷൻ ഏരിയയോ ട്രയേജ് ഏരിയോ ഒബ്സർവേഷൻ ഏരിയയുടെ അടുത്ത് തന്നെ അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഓരോരുത്തർക്കും ഓരോ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരുന്നു അല്ലെ, അത് തന്നെ. ഓക്കെ, അപ്പോ ഈ ഡിസാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ്, ഹോസ്പിറ്റലിന്റെ സുരക്ഷിതത്വവും പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അവിടുത്തെ ഒരു നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സിസ്റ്റം ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ ഈ ഡിസാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് കൂടി ഇതില് ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അതും എസെൻഷ്യൽ, ഈ ഡിസാസ്റ്റർ പ്ലാനിന്റെ എസെൻഷ്യൽസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഇതൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. പ്രിപ്പയറിംഗ് എ ഡിസാസ്റ്റർ പ്ലാൻ, ഇതിന്റെ പ്രധാനപ്പെട്ട എസെൻഷ്യൽസ് എന്തൊക്കെയാണ് ഇത് പഠിക്കണോട്ടോ നിങ്ങള്. എല്ലാ പോയിന്റ്സ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, എല്ലാ പോയിന്റ്സും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഡിസാസ്റ്റർ പ്ലാനിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? ഒന്ന്, establishment of source and methods of supply of drugs, testing and other stores and consumables. നമ്മളുടെ ഡ്രഗ്സുകൾ, മറ്റു ഡ്രഗ്സ് മെറ്റീരിയൽസ്, മറ്റു സോഴ്സുകൾ എല്ലാം തന്നെ ഏത് സോഴ്സിൽ നിന്നാണ്, ഏത് മെത്തേഡ്സിൽ നിന്നാണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഏത് രീതിയിൽ നിന്നാണ്, ഏത് സ്രോതസ്സിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആക്കേണ്ട പേഷ്യൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് അതനുസരിച്ച് അവരെ ഡിസ്ചാർജ് ചെയ്യുക. പിന്നെന്താണ്, ട്രയേജ്, ഒബ്സർവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്പേസസുകൾ, എക്സ്ട്രാ സ്പേസസുകൾ കണ്ടെത്തി. അത് കാരണം നമുക്കറിയാം ഓവറായിട്ടുള്ള പേഷ്യൻസ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ സ്പേസസ് ആവശ്യമാണ്. അപ്പൊ ട്രയേജിനും ഒബ്സർവേഷനും ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടുള്ള പ്രത്യേക ഏരിയാസുകൾ നമ്മൾ എക്സ്ട്രാ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കണം മാറ്റേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങൾ വ്യക്തമായ രീതിയിൽ നടത്തുക. പിന്നെന്താണ്, പ്രത്യേകിച്ച് പേഷ്യൻസിനെ നമ്മള് അവരുടെ ഓൾ ടൈംസിൽ അവരുടെ കൂടെ എപ്പോഴും എന്താണ് മെഡിക്കൽ റെക്കോർഡ്സുകളോ അല്ലെങ്കിൽ മെഡിക്കൽ ടാഗ് അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ നിർബന്ധമായിട്ടും അവർ ധരിക്കേണ്ട ഒന്നാണ് എന്ത്, മെഡിക്കൽ ടാഗുകൾ. അതായത് അവരുടെ കണ്ടീഷൻ എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടാഗുകൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഓരോ വ്യക്തികൾക്കും, ഓരോ പേഴ്സണൽസ് അസൈൻ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റാഫുകൾക്കും അവരുടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോട്ടിഫൈ ചെയ്യാനായിട്ടുള്ള സിസ്റ്റം അവിടെ സ്ഥാപിക്കുന്നു. അതുവഴിക്ക് ഓരോ പേഴ്സൺസിനും എന്താണ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ്, ഒരു ഏകീകൃതമായിട്ട് മെഡിക്കൽ കമാൻഡ് സ്ഥാപിക്കുക. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്. പിന്നെന്താ പറയുന്നത്, probable self-sustainability in the areas of basic utilities and supplies of a minimum of 1 week. നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള യൂട്ടിലിറ്റീസ് ഒരാഴ്ചക്കെങ്കിലും അല്ലെ, ഒരാഴ്ചക്കെങ്കിലുള്ള എല്ലാ വിഭവങ്ങളും, എല്ലാ സോഴ്സസ് നമുക്ക്
എന്താണ് മാക്സിമം നല്ല രീതിയിൽ നമുക്ക് എന്താണ് പുറത്തും ഔട്ട്സൈഡിൽ നിന്ന് പോയി വാങ്ങിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ എന്താണ് എല്ലാം ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യില് പ്രത്യേകിച്ച് ഫുഡ് മറ്റ് സാനിറ്ററി മിക്സസ് എല്ലാം തന്നെ ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നമ്മുടെ കയ്യിൽ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് പബ്ലിക് ഇൻഫർമേഷൻ സ്ഥാപിക്കുക. ഓക്കെ, അതായത് പബ്ലിക്കിന് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിക് ഇൻഫർമേഷൻ സെന്റേഴ്സ് സ്ഥാപിക്കുക. പിന്നെ എന്താണ് സെക്യൂരിറ്റി സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഒരിക്കലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസോ വെഹിക്കിൾസോ ഒന്നും തന്നെ ഡ്രൈവേജ് ഏരിയയിലോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഇമ്മീഡിയറ്റ് കെയർ ഏരിയാസിലോ ഒന്നും തന്നെ അവരുടെ യാതൊരു തരത്തിൽ ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല. അവിടെയൊക്കെ നിയന്ത്രിതാതീതമായിട്ട് സെക്യൂരിറ്റീസ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു രീതിയിലാണ് ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം കൂടി ആ ഒരു സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ആരും പോവല്ലേ? മൊഡ്യൂൾ 7 ഏതെങ്കിലും ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തോ? മൊഡ്യൂൾ 7 ശരി, മിസ് ആണോ? സോറി മിസ്. ചാപ്റ്റർ ഓർഗനൈസേഷൻ ബിഹേവിയർ ആണോ? വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. അത്യാവശ്യം വലിയ ലെങ്ത് ഉള്ള ചാപ്റ്റർ ആണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ തിയറീസ് അതിൽ പഠിക്കാനുണ്ട്. ലേണിംഗ് തിയറീസ്, പിന്നെ എന്താണ് റീഇൻഫോഴ്സ്മെന്റ് തിയറീസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് നല്ല പോണം. നല്ലൊരു ചാപ്റ്റർ ആണ് അത്. തുടക്കം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അങ്ങോട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, നമുക്ക് റിയലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ കുറെ വരുന്നത്. ഓക്കെ, ടീച്ചർ നല്ല രീതിയിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ? അതെ, ഇവിടെ നമുക്ക് 23-ലാണ്, ഇവിടെ 23-ാം തീയതിയാണ് സെലിബ്രേഷൻ. നിങ്ങളുടെ ഇൻഫർമേഷൻ അങ്ങനെയാണ് അറിയിക്കുക കേട്ടോ. മൺഡേ എന്തായാലും ക്ലാസ് ഉണ്ട്. മൺഡേ എന്തായാലും നിർബന്ധമായിട്ട് ക്ലാസ് ഉണ്ടായിരിക്കും. ബാക്കി പിന്നെ ഒരു 26th or 7th തുടങ്ങിയായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുക. എങ്ങനെയാണെന്നുള്ള ഇൻഫർമേഷൻ അറിയിക്കും. എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ നമ്മൾ കാണും അല്ലേ? ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഒരു ഹാപ്പി ക്രിസ്മസ് തിരിച്ചു പറയണോ? ഓക്കെ, താങ്ക് യു. ക്രിസ്മസ്. താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോട്ടെ കേട്ടോ.